ഹലോ ഗൈസ്, എൻ്റെ ഒരു ഗാർഡൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് കമോ. ആദ്യം തന്നെ ഈ ഇലയാണല്ലേ ഈ മാവ് ഒരു ഇത്ര ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദേ വലിയൊരു മാവായിട്ടോ. പിന്നെ രണ്ടാമത്തേതാണ്ടോ ഇത് കണ്ടില്ലേ, ഇതെല്ലാ വീട്ടിലും പടർന്ന് കയറുന്നു. പക്ഷേ ഇതിൻ്റെ അടി മൊത്തം യെല്ലോ കളറായിട്ടോ കാണിച്ചിട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ യെല്ലോ കണ്ടില്ലേ, ഫുൾ യെല്ലോ കളറും. ഇനി എടുത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ വേർഷൻ തന്നെ ഇത് കറിയതും പടർന്ന് വരുന്നതാണ്. ഇതും അതുപോലെ തന്നെ ഉള്ളൊരു ഇതാണ്. ഇതൊരു മൾബറി ചെടീൻ്റെ അപ്പുറം തന്നെ ഒരു തക്കാളി പൂട്ടി രണ്ടൊരു പൂമ്പാറ്റ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ രീതി കണ്ടില്ലേ, കർമ്മൂസ എണ്ണമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പച്ചമുളകും. പിന്നെ ഇത് പടർന്ന് എവിടുന്നോ കയറിയതാണ്. ഈ ഫ്ലവർ ഞാൻ അടുത്തതിൽ കാണിച്ചിരുന്നു കേട്ടോ. അടുത്തത് ഇങ്ങനത്തെ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. കണ്ടില്ലേ, ഇത് ഫുൾ പടർന്ന് ഇവിടെയും പടർന്ന്. പിന്നെ നമ്മുടെ മെയിൻ സാധനമായ നല്ല അടിപൊളിയായിട്ടുള്ള റോസാപ്പൂ കേട്ടോ. ഇന്നലെ മിന്നാന്നി വിടർന്നതാണ്ട് കണ്ടില്ലേ, മഴ പെയ്തപ്പോൾ നന്നായിട്ട് വെള്ളം കയറി കണ്ടോ. പക്ഷെ ഇതിൻ്റെ മണമാണ് ഗൈസ്, ഒന്നും തിരിയാത്തൊരു മണമാണ്. വാ, ഇത് ഒരു എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീക്കട്ടെ. പിന്നെ അടുത്തത് ഇതൊരു തയ്യാണ്, എന്തോ തയ്യാണ്, തെങ്ങയാണെങ്ങാനും. പിന്നെ വലിയൊരു ഇതട്ടോ, ഇതൊരു വലിയൊരു ചെടി 2-3 വർഷമായി ഉണ്ടാകും. പിന്നെ ഇത് ഒരു വലിയൊരു പ്ലാന്റ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്നത്, കണ്ടില്ല, അവിടെ കാണിച്ചു തന്നത്. അത് ഞാൻ ഇവിടെ അതിങ്ങനെ പടർന്ന് കയറുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ തക്കാളിയുടെ ഓരോ ഇതുണ്ട് കേട്ടോ. തക്കാളി അവിടെ ഒന്ന് കണ്ടോ, ഇവിടെ ചാരി ഇരിക്കണ. പിന്നെ ഇവിടെ ഓരോ തവര, ഈ ഒരു തക്കാളിയും, ഇവിടെ ഒരു തക്കാളി ഉണ്ട്. ഇത് കറിവേപ്പിലാണ് കേട്ടോ. പിന്നെ ഇത് ഫുൾ ഇഞ്ചി. ഇവിടെ വീണ്ടും ഒരിത് മൾബറി കണ്ടില്ല. ഇതാണ് നമ്മുടെ ഫുൾ ഏരിയസ്. ആരും കാണാത്തൊരു സാധനമാണ് കേട്ടത്, പച്ചമുളക് കണ്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.